ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇൻകം മെത്തേഡിൻ്റെ 3 മെത്തേഡ്. അതിൽ 2 അല്ലെങ്കിൽ 3 ഒരെണ്ണമൊക്കെ ആയിട്ട് 8 മാർക്കിന് ചോദിക്കും. അപ്പോൾ അത് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കും വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ ഈ 3 മെത്തേഡ് സിമ്പിളായിട്ട് മനസ്സിലാകും. അതിൽ മിസ്സിൻ്റെ ഇതിൻ്റെ മലയാളം നോട്ടില്ല, മലയാളത്തിൽ ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ എന്താണ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം? GDP അല്ലെങ്കിൽ ദേശീയ ആദായം അളക്കുന്നതിനുള്ള രീതികളാണ്. അത് 3 രീതിയിലാണ് നമ്മൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ GDP നമ്മൾ അളക്കുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പന്ന രീതി, വരുമാന മെത്തേഡ് ഇൻകം മെത്തേഡ് അഥവാ വരുമാന മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചിലവ് രീതിയാണ്. ആദ്യത്തേതാണ് ഉൽപ്പന്ന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നാഷണൽ ഇൻകം ക്യാൻ ബി മെഷർഡ് ബൈ ആഡിങ് ഓൾ ദ ഫിനാൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ഫേം ഇൻ ദ എക്കോണമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഈ രീതിയിൽ ഒരു രാജ്യത്തെ എല്ലാ കമ്പനികളും ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അന്തിമ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചേർത്തിട്ടാണ് ദേശീയ ആദായം അഥവാ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ദെൻ ദി പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് അറൈസസ്. പക്ഷെ എന്ത് വരുന്നുണ്ട്? ഇരട്ട കണക്കാക്കലിന്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാം. അഥവാ അതെന്താണ് അതിന്റെ അർത്ഥം? മോർ ദാൻ വൺസ് നമ്മൾ ഒന്നിലധികം തവണ ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യം ഒന്നിലധികം തവണ കണക്കാക്കപ്പെടും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ആഡഡ് മെത്തേഡ് അഥവാ മൂല്യവർദ്ധന രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ വാല്യൂ ആഡ് മൂല്യവർദ്ധന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപാദന മൂല്യം മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ അഥവാ ഇടക്കാല ഉപഭോഗം. ഈ 2 കാര്യങ്ങൾ കുറച്ചിട്ടാണ് നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടുന്നത്. പിന്നെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉൽപാദന മൂല്യം. ഇതിൽ പറഞ്ഞ ഉൽപാദന മൂല്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് പ്രൈസ് അഥവാ വിപണി വില ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അഥവാ ഉൽപാദന അളവ്. ഉൽപാദന അളവ് ഇത് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. സോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നാഷണൽ ഇൻകം ക്യാൻ ബി മെഷർഡ് ബൈ ആഡിങ് ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇൻ ദ എക്കോണമി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദന യൂണിറ്റുകളും ചേർന്നുണ്ടാക്കുന്ന മൊത്തം മൂല്യവർദ്ധന അതായത് GVA കൂട്ടിച്ചേർത്താൽ നമുക്ക് GDP കിട്ടും. സോ GDP is equal to GVA1 plus GVA2 plus GVA3 plus GVAN. സോ ഇതിനെ സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? സിഗ്മ ഇങ്ങനെ, അതായത് സിഗ്മ I equal 1:n, അതായത് 1 മുതൽ n വരെയുള്ള എല്ലാ ഫാമുകളുടെയും GVA അതാ മൂല്യവർദ്ധന അതാണ് GDP. അങ്ങനെയാണ് ആദ്യത്തെ മെത്തേഡ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി. ഈ രീതിയിൽ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഓൾ ദി ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇവിടെ എല്ലാ ഉൽപാദന ഘടകങ്ങളും നേടിയിട്ടുള്ള ആകെ വരുമാനം ചേർത്തിട്ടാണ് നമ്മൾ ദേശീയ ആദായം അഥവാ GDP ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇൻകം റിസീവ്ഡ് ബൈ ലാൻഡ്, ഭൂമിയിലൂടെ ലഭിക്കുന്ന വരുമാനം, റെന്റ് അഥവാ വാടക. ഇൻകം റിസീവ്ഡ് ബൈ ലേബർ അഥവാ തൊഴിലിലൂടെ ലഭിക്കുന്ന വരുമാനം, അതായത് വേതനവും ശമ്പളവും, വേജസ് ആൻഡ് സാലറീസ്, വേതനവും ശമ്പളവും. ദെൻ ഇൻകം റിസീവ്ഡ് ബൈ ക്യാപിറ്റൽ, മൂലധനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം, ഇൻട്രസ്റ്റ് അഥവാ പലിശ. ഇൻകം റിസീവ്ഡ് ബൈ ഓൺടർപ്രണർഷിപ്പ്, സംരംഭകരിലൂടെ ലഭിക്കുന്ന വരുമാനം, അതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം. അപ്പോൾ GDP നമുക്ക് എങ്ങനെ എഴുതാം? GDP is equal to W plus R plus IN plus P എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി എന്ന് പറയുന്നത് എന്താണ്? ചെലവ് രീതിയിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര ഭൗതിക പരിധിയിലുള്ള, അതായത് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മുഴുവൻ അതിലേക്ക് വന്നിട്ടുള്ള മൊത്തം ചെലവുകൾ, അന്തിമ ചെലവുകളെല്ലാം ചേർത്തിട്ടാണ് ഇതിൽ GDP കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗത്തിൽ വന്നിട്ടുള്ള ചെലവ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ,
ദെൻ അത് ഐ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചെലവുകളാണ്. ജി എക്സ്പോർട്ട് റവന്യൂ കയറ്റുമതിയിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനം. എക്സ് ഇമ്പോർട്ടിലേക്ക് വന്നിട്ടുള്ള ചെലവ്, അതായത് ഇറക്കുമതിയിൽ വന്നിട്ടുള്ള ചെലവ്. എം സോ നമ്മൾ എക്സ് മൈനസ് എം നമ്മൾ നെറ്റ് എക്സ്പോർട്ട് എന്ന് എടുക്കും. സോ സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ആണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ 3 മെത്തേഡിലും സിമ്പിളായിട്ട് GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്